പ്രിയപ്പെട്ട മനു ആകസ്മികമായി മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം മൗനം ആചരിക്കണം. ൂരിന് ഉദയവാനിശാലയുടെ ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിനായി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ കൺവീനറായിട്ടുള്ള ശ്രീ മനുവിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സോണി ചെറുവത്തൂരിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട സോണി ചെറുവത്തൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും പുറത്തുമുള്ള സുഹൃത്തുക്കളെ, അതിരപ്പള്ളിയിലെ ഈ നന്മയും സ്നേഹവും ഒക്കെ സത്യത്തിൽ ഒരു സ്വപ്നം പോലെ വലിയ അത്ഭുതത്തോടു കൂടിയാണ് എനിക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു ടൂർണമെൻ്റ് ഉദ്ഘാടനമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അടുപ്പമുള്ളത് കൊണ്ട് അടുപ്പമുള്ള ആളുകൾ എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ വരാമെന്ന് നീക്കുകയും വരാനും ഒക്കെ സാധിച്ചു. പക്ഷെ വന്നു കഴിഞ്ഞ് ആ വണ്ടിയിലേക്ക് കയറി അവിടുന്ന് ഇവിടെ വരെ എത്തി. ഇവിടുന്ന് കാണുന്ന ഓരോ മുഖങ്ങളും ഓരോ കാര്യങ്ങളും സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതിനപ്പുറത്ത് ഈ പുതിയ തലമുറയ്ക്ക് ഈ ഭാഗ്യം, അത് ഇവിടെയുള്ള ആളുകൾക്ക്, ഈ പതിരാപ്പള്ളിയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വലിയ അനുഗ്രഹമായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ഞാൻ എൻ്റെ മക്കളെക്കുറിച്ചും അല്ലെങ്കിൽ ഞാൻ കാണുന്ന കുട്ടികളെ പറ്റിയും ഒരു നിമിഷം ആലോചിച്ചു പോവുകയായിരുന്നു. അത് ഈ നല്ല ആളുകൾ, ഈ നല്ല നേതൃത്വം അവർക്കില്ലാതെ പോകുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി. അത് ഒരു പക്ഷേ സെബാസ്റ്റ്യൻ സാർ ആയിക്കോട്ടെ, ഞാൻ പരിചയപ്പെട്ട മറ്റ് ഇതിൻ്റെ നേതൃനിരയിലുള്ള ആളുകളായിക്കോട്ടെ. പക്ഷേ എന്തായിരിക്കാം ഒരു കാര്യം എല്ലാവരെയും ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉദയയിലേക്ക് എത്തിക്കുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റേതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിൽ ആ ഒരു കാര്യം നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഈ പുതിയ തലമുറ, എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ഇനി അങ്ങനെ ഇല്ലാത്തതാണോ അതോ ആളുകൾ ഫോൺ യൂസ് ചെയ്യാത്തതാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ കാണുന്ന ചെറിയ കുട്ടി തൊട്ട് കോളേജിൽ പോകുന്നതോ അല്ലെങ്കിൽ കരിയറിൽ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അവരുടെ ഏറ്റവും അടുത്ത ആളുകളുമൊക്കെ അവർ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ വെർച്വൽ ആളുകളിൽ നിന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കുള്ള പച്ചയായ മനുഷ്യ ജീവിതങ്ങളെ അവർക്ക് കാണാൻ സാധിക്കാതെ പോകുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ കോച്ചിങ് മേഖലയിൽ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എന്നെ ബുദ്ധിമുട്ടിക്കുന്നോ വിഷമിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു തലമുറ മാറുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് അതിനെ കാണുകയും അല്ലെങ്കിൽ അതേ രീതിയിൽ അവരോട് ഇടപഴകാനൊക്കെ എനിക്ക് സാധിക്കാറുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ പതിരപ്പള്ളിയിലെ ഈ കുറച്ച് നിമിഷങ്ങൾ സത്യത്തിൽ എനിക്ക് എൻ്റെ ചിന്തകളെ മറ്റൊരു തലത്തിലേക്ക് എടുക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോവുകയാണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവിടെ വരാൻ സാധിച്ചതിൽ, നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, സത്യത്തിൽ ഹൃദയത്തിൽ തട്ടി തന്നെ പറയുന്നതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഗ്രൗണ്ടും അതിലെ കുറച്ച് ചേട്ടന്മാരും പല തലമുറയിലുള്ള ചേട്ടന്മാരും ഒക്കെയാണ് എന്നിലൊരു കളിക്കാരനുണ്ടെന്നും നിനക്ക് കളിക്കാൻ സാധിക്കുമെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു, എന്നെ വിശ്വസിപ്പിച്ചത്. അതേ അനുഭവം എനിക്ക് ഇവിടെ ഈ പതിരാപ്പള്ളിയിൽ എത്തിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഉദയ ആണ്ട് 60 വർഷമാകുകയാണ്. അത് ചെറിയ കാര്യമല്ല. ഇപ്പോഴും അതിൻ്റെ തനിമയോടും അതിൻ്റെ ആ ഒരു നന്മയോടും കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് ഈ ജനറേഷൻ്റെ, ഈ തലമുറയുടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനിയുള്ള വർഷങ്ങളിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പല ഇനിഷ്യേറ്റീവുകളെ പറ്റി കേൾക്കുകയാണ്, അത് എല്ലാം നന്നായിട്ട് വരട്ടെ. യേശുദാസ് സാറിനെ പോലെയുള്ള ഈ ലീഡർഷിപ്പ് ഈ നാടിനെ, ഇവിടെയുള്ള നല്ല മനസ്സുകളെ മുന്നോട്ടെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ
ഞാൻ ഒരു ക്രിക്കറ്ററാണ്. ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് മറക്കുകയല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ഈ നന്മയും സ്നേഹവും ഒക്കെ എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയോന്ന് സംശയം. പക്ഷേ ഇവിടുത്തെ ഈ ടൂർണമെൻറ്റിനും ഈ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റിനും ഇതിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കും കളിക്കാർക്കും ഒക്കെ തന്നെ എല്ലാ ആശംസകളും നൽകുന്നു. ഈ ടൂർണമെൻറ്റ് ഒരു വലിയ വിജയമാകട്ടെ. ഈ ടൂർണമെൻറ്റ് മാത്രമല്ല, ഇതിനുശേഷം ഫുട്ബോൾ ടൂർണമെൻറ്റ് വരുന്നു. ആ ലിസ്റ്റിൽ മറ്റനേകം മത്സരങ്ങളുണ്ട്. എല്ലാ മത്സരങ്ങൾക്കും ഉദയയുടെ എല്ലാ ഇനിഷ്യേറ്റീവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരിക്കൽ കൂടി ഇവിടെ ക്ഷണിച്ചതിനും ഇവിടെ വരാൻ സാധിച്ചതിനും നന്ദി. താങ്ക് യു. ടീമംഗങ്ങളെ പരിചയപ്പെടുന്നതിനും നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് ഔപചാരികം ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ശ്രീ സോണി ചെറുവത്തൂരിനെയും അദ്ദേഹത്തോടൊപ്പം പ്രിയപ്പെട്ട സബാസ്റ്റ്യൻ സാറിനെയും സ്നേഹപൂർവ്വം ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I'm requesting the both teams to please report. Full lineup team. ടീമിന്റെ പ്ലേയിങ് 11 ആൻഡ് ടീം മാനേജ്മെന്റ് വളരെ വേഗത്തിൽ നിങ്ങളുടെ ടീം സ്കോഡുമായി ഗ്രൗണ്ടിന്റെ സെന്ററിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. I'm requesting to report the both sides into the center immediately. The chief is the former Kerala Ranji Trophy captain Soni Sirvathu sir to navigate this tournament, to supporting and lifting to front of the screen. കൂടി കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ഗ്രൗണ്ടിനെ മുഴുവനായി ചൂടുപിടിപ്പിക്കാൻ പോകുന്ന മത്സരങ്ങളുടെ തുടക്കമാണ് ഇവരും കാത്തിരിക്കുന്നതും. ആ ഒരു മൊമെന്റിന് ഇവിടെ തുടങ്ങും. താങ്ക് യു എവരിവൺ. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന്, ഹൃദയത്തോട് ചേർത്ത് വെച്ച 60 വർഷക്കാലങ്ങളുടെ പരമ്പരയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. ഈ ഒരു ഉദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി. താങ്ക് യു എവരിവൺ. പ്ലെയേഴ്സിനെ പരിചയപ്പെടുകയും നമ്മളുടെ ഉദ്ഘാടകൻ കേരളത്തിന്റെ രഞ്ജി ട്രോഫി ക്യാപ്റ്റനായി ഒരുപാട് നല്ല ഇന്നിങ്സുകൾ ഒരുപക്ഷെ ഒരുപോലെ തുടങ്ങിയതാണ് അദ്ദേഹവും. ഒരു പാടവരമ്പത്തും ഇങ്ങനെയുള്ള ഓരോ ഗ്രൗണ്ടുകളിൽ കളിച്ചു തുടങ്ങി. അവിടെ നിന്നും കേരളത്തിന്റെ രഞ്ജി ട്രോഫി ടീമിന്റെ ക്യാപ്റ്റനായി വരുമ്പോൾ ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിനും പറഞ്ഞു തീർക്കാൻ. അങ്ങനെ ഇവിടെ നിന്ന് ഒരുപോലെ പ്രാധാന്യങ്ങളാണ് ഈ ഒരു വായനശാല നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 60ാമത്തെ വാർഷികം വരുമ്പോൾ അത്ര പ്രൗഢഗംഭീരമായി ഈ ഒരു വായനശാല ഈ ഒരു സമൂഹത്തിന് എല്ലാ തരത്തിലും നന്മകൾ ഏറിനും ഇത്രത്തോളം നല്ലൊരു ടൂർണമെന്റ് ഇവിടെ നടത്താൻ ഞങ്ങൾ വേദിയൊരുക്കിയതിലും നന്ദി. ബോളർ എറിയുവാൻ ഒരു ബൗളർ എത്തുക. ബാറ്റ് ചെയ്യാൻ നമ്മളുടെ ഉദ്ഘാടകൻ റെഡിയാണ്. ബാറ്റിംഗ് സൈഡ് സോണി സെബാസ്റ്റ്യൻ വിത്ത് ബോൾ. നല്ലൊരു ഷോട്ട് അടിക്കുന്നു. താങ്ക് യു സോണി ചേട്ടൻ ഫോർ ഓൾ ദ സപ്പോർട്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തി നല്ല വാക്കുകൾ ഞങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിച്ച് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഇത്രത്തോളം ഗംഭീരമായ ഒരു ഉദ്ഘാടനം നടത്തി തീർത്തു. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. ഉദയ both teams captain.